പ്രൈസ് ലോർഡ്. എൻ്റെ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മച്ചി തന്നെയാണ്. കാരണം എൻ്റെ പാരൻസ് ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ അവർ വളരെ ബിസി ആയിരുന്നു. വല്യമ്മച്ചിയായിട്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. ഈ വല്യമ്മച്ചിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ, വല്യമ്മച്ചിയിൽ ഈ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങളുണ്ടല്ലോ, കോപം, ക്രോധം, ഈർഷ്യ, പക, അങ്ങനെ പോകുന്നല്ലോ. ഇതൊന്നും ഒരല്പം പോലും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് പരിലസിച്ചിരുന്നു. കൂടുതലും അതിൽ സമാധാനവും ക്ഷമയുമാണ് അമ്മച്ചിക്ക് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിന്നിട്ടുള്ളത്. അപ്പൊ ആ അമ്മച്ചി ഞങ്ങൾക്കിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പാടി കേൾപ്പിക്കത്തേ ഉള്ളൂ, പഠിപ്പിക്കത്തൊന്നുമില്ല. ആ കേട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ഈ വേറൊരു കാര്യം വല്യമ്മച്ചി ചെയ്യുമായിരുന്നു. ഈ പാട്ട് പാടുമ്പോൾ തന്നെ അതിന്റെ സംഭവങ്ങളെല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ആഴിയിൽ പാതയൊരുക്കി തന്റെ ജനത്തെ നടത്തിയെന്ന് പറയുമ്പം അന്ന് ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ, റേഡിയോ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ അത് കൊണ്ടുവരും. ദൈവം തന്റെ ജനത്തെ ഇങ്ങനെ സമുദ്രം രണ്ടായിട്ട് വിഭാഗിച്ച് നമ്മുടെ ഈ ചുവര് പോലെ വെള്ളം ഇങ്ങനെ നിന്നെന്നും അതിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലമുണ്ടാക്കി തന്റെ ജനത്തെ നടത്തിയെന്നും അവരപ്പുറത്ത് ചെന്നപ്പോ ശത്രു ജനത്തെ ചെങ്കടലിൽ മുങ്ങി മരിക്കാനിടയായെന്നും ഒക്കെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടാണ് ഈ പാട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആ അമ്മച്ചി പഠിപ്പിച്ച ആ പാട്ട് തന്നെ രണ്ടുപേരി പാടാം. ആഴിയിൽ പാതയോരുക്കുമവൻ, ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ, ആ ദിവ്യ പാദത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരാകില്ല.